ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. അങ്ങനെ ദൃശ്യം 3യുടെ തിങ്കളാഴ്ചത്തെ തിരക്ക് നോക്കാം. മോർണിംഗിൽ തന്നെയുള്ള, അതായത് രാവിലെയുള്ള ഷോയുടെ തിരക്കാണ്. എറണാകുളത്തുള്ള പൂണിത്തുറ സെൻട്രൽ ടോക്കീസിൽ ഉള്ള എല്ലാ ഷോകളും അവിടെ ഇത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്ക്രീൻ 1ഉം 2ഉം ഉണ്ട്. അവിടുത്തെ ഏറ്റവും രാവിലത്തെ ഷോയ്ക്ക് ഉള്ള തിരക്കാണ്. അതായത് ഒരു 80-85% തിരക്ക് നമുക്ക് ഫുള്ളായിട്ടൊന്ന് കാണുകയാണെങ്കിൽ അത്രത്തോളം ബൈക്കുകളും കാര്യങ്ങളുമൊക്കെയാണ് നിൽക്കുന്നത്. അങ്ങനെ ഷോ തുടങ്ങുന്ന സമയം ആണ് ഗംഭീരമായിട്ടുള്ള തിരക്ക്. ഇനി നമുക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു സിനിമ 5-ാം ദിനം തിങ്കളാഴ്ച കളക്ഷനും അതിഗംഭീരമാണ്. പ്രീ സെയിലിലൂടെ തന്നെ നമുക്ക് ഏകദേശം 4 കോടിക്ക് മുകളിലായിരുന്നു എന്നുള്ളതാണ് ഉച്ചവരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ പറയുന്നത്. 5 കോടിക്ക് മുകളിലേക്ക് ഈ സിനിമ എത്തി എന്നുള്ളത് തന്നെയാണ്. എന്താണ് നിങ്ങളുടെ തൊട്ടടുത്തുള്ള തിയേറ്ററുകളിലൊക്കെ എങ്ങനെയാണ് തിരക്ക്? കൂടുതൽ ആളുകളെയും കാര്യങ്ങളൊന്നും എടുക്കില്ല, പാർക്കിംഗ് മാത്രമേ എടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും കൊണ്ടല്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട, പ്രത്യേകിച്ച് മഴയും കാര്യങ്ങളുമാണ്. എത്ര മഴയും കാര്യങ്ങളുമാണെങ്കിലും ജനങ്ങൾ ഇടിച്ച് കയറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. പ്രത്യേകിച്ച് ഫാമിലീസാണ് ഏറ്റവും കൂടുതൽ മോർണിംഗിലൊക്കെ, അതും തിങ്കളാഴ്ച ഒരു വർക്കിംഗ് ഡേയിൽ ഇത്രയും തിരക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗംഭീരമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇവിടെ കേരളവും തമിഴ്നാടും എന്ന് വേണ്ട എല്ലാ സ്ഥലങ്ങളിലും അതിഭീകര തിരക്കുമായി ഈ ഒരു സിനിമ പോവുകയാണ്. ഇതിനോടകം തന്നെ 145 കോടിയോളമാണ് സിനിമ 4 ദിനം കൊണ്ട് നേടിയത്. ഇന്നത്തോടെ സിനിമ 155 കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ളതാണ്. അതായത് ഈ ഒരു വീക്കെൻഡോടെ സിനിമ 200 കോടി തൂക്കുമെന്നുള്ളതാണ്. അപ്പോൾ എത്ര പേര് ഈ സിനിമ കണ്ടു? നിങ്ങൾ ആരൊക്കെയാണ് ഈ ഒരു സിനിമ ഇനി കാണാത്തത്? എന്നാണ് നിങ്ങൾ കാണാൻ പ്ലാൻ ചെയ്യുന്നതെല്ലാം ഒന്ന് കമൻസിലൂടെ ഇടാം. എന്തായാലും അതിഗംഭീരമെന്ന് തന്നെയാണ്. മോഹൻലാലിൻ്റെ അഴിഞ്ഞാട്ടമാണ് നമ്മളിപ്പോൾ ബോക്സ് ഓഫീസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറെ ആർക്കും കഴിയാത്ത ലെവലിലുള്ള ഒരു ഗംഭീര തൂക്കിയടി തന്നെയാണ് നമ്മൾ കാണുന്നത്. വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പരിഗണിക്കണം. ഗ്രേറ്റ് മീഡിയാസ്.